ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തെക്കുമല CSA സഭയുടെ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ വെർച്വൽ സെമിനാറിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാർ നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. തിരുവചനത്തിലൂടെ നിരന്തരം എല്ലാ നാളും ഞങ്ങളോട് ഇടപെടുന്ന ദൈവമേ, ഞങ്ങളുടെ കരങ്ങളിലുള്ള തിരുവചനം അങ്ങയുടെ ശബ്ദമാണെന്നും അത് മനസ്സിലാക്കേണ്ടും വിധം മനസ്സിലാക്കേണ്ടതാണെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, മുൻഗണനകൾക്ക് അപ്പുറമായി, മുൻവിധികൾക്ക് അപ്പുറമായി അങ്ങയുടെ വചനത്തെ ശരിയായി പഠിക്കാനും ശരിയായി ഗ്രഹിക്കാനുമുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദപുസ്തകത്തെ വായിക്കാനും അതിനെ മനസ്സിലാക്കാനും കാലോചിതമായി അതിനെ വ്യാഖ്യാനിക്കുവാനും ഞങ്ങൾ അവിടുന്ന് പഠിപ്പിക്കണമേ. അതിന് സഹായകരമായി ഇന്നത്തെ സെമിനാറിനെ അവിടെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന പ്രിയ അച്ഛനെ ദൈവം ശക്തീകരിക്കണം. പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തെ ശരിയായി ഗ്രഹിക്കുന്നവരായി തീരുവാൻ ഞങ്ങൾ എല്ലാവരെയും അവിടെ സഹായിക്കണം. ആദ്യോടന്തം ദൈവകൃപ കൊണ്ട് നിറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. COVID-19 അതിന്റെ എല്ലാ മുഖവും പുറത്തെടുത്ത ഈ നാളുകളിൽ, ലോകം മുഴുവനും ആളുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ, പ്രത്യേകിച്ച് ആളുകളുടെ ജീവിതവും അവരുടെ ഭൗതിക സ്വത്തുമൊക്കെ ഒരു വെല്ലുവിളിയായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ സമകാലിക പശ്ചാത്തലത്തിൽ ദൈവവിശ്വാസം, പ്രത്യേകിച്ചും ക്രൈസ്തവ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന നാളുകൾ കൂടിയാണ്. ആളുകൾ മരിച്ചു വീഴുമ്പോൾ, രോഗികളായി തീരുമ്പോൾ സ്വാഭാവികമായും ക്രൈസ്തവർ അഭിമുഖീകരിച്ച ഒരു ചോദ്യം, എവിടെയാണ് ദൈവം? ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ദൈവമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നത്, രോഗങ്ങൾ കടന്നു വരുന്നത്? അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് മുൻപിൽ അധികം ആളുകളും പതറിപ്പോകാനാണ് സാധ്യത. എന്താണ് ഈ പതർച്ചയുടെ കാരണം? തിരുവചനത്തെ ശരിയായി മനസ്സിലാക്കുന്നതിലും ഗ്രഹിക്കുന്നതിലുമുള്ള കുറവ് തന്നെയാണ് അതിന്റെ കാരണം. ദൈവത്തെ നമ്മളൊക്കെ മനസ്സിലാക്കിയതിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്ന് സമ്മതിക്കുന്നിടത്താണ് ഇന്നത്തെ ഈ സെമിനാറിന്റെ ആരംഭ ആശയം ഉടലെടുക്കുന്നത്. കാലോചിതമായി ബൈബിളിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് പാഠങ്ങൾ പറഞ്ഞു തരാനായി മുഖ്യ അതിഥിയായി നമ്മോടൊപ്പം ആയിരിക്കുന്നത് സ്നേഹവും ബഹുമാനമുള്ള റവറൻഡ് എബി.K. തോമസ് അച്ഛനാണ്. അച്ഛൻ ഈ സമയം മുംബൈയിലുള്ള ജൂബിലി മലയാളം ചർച്ചിന്റെ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിക്കുന്നു. ബാംഗ്ലൂരിലുള്ള UTC യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജിൽ നിന്നും BD പഠനം പൂർത്തീകരിച്ച് അച്ഛൻ ഇപ്പോൾ സഭയുടെ ശുശ്രൂഷയിലാണ്. ചില മാസങ്ങൾക്ക് ശേഷം അച്ഛൻ അമേരിക്കയിലുള്ള മറ്റൊരു സഭയുടെ ശുശ്രൂഷകനായും തുടർന്ന് ഉപരിപഠനത്തിന് വേണ്ടിയും അച്ഛൻ ഒരുങ്ങുന്നുണ്ട്. CSI മധ്യ കേരള മഹായിടവകയിലെ അച്ഛനാണ്. വളരെ സൗമ്യമായി, ഹൃദ്യമായി എല്ലാവരോടും ഇടപെടുകയും വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ തിരുവചനത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു അച്ഛനാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹത്തെ നമുക്ക് അതിഥിയായി കിട്ടിയതിൽ അധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് തിരുവചന വ്യാഖ്യാനത്തെ വളരെ ആധികാരികമായി നമുക്ക് പഠിപ്പിച്ചു തരുവാൻ അച്ഛന് കഴിയും. അച്ഛന്റെ തിരക്കുള്ള ഈ ഷെഡ്യൂളിനിടയിലും നമുക്ക് സമയം അനുവദിച്ച് ഈ സമയം നമ്മോടൊപ്പം ആയിരിക്കുന്ന സ്നേഹവും ബഹുമാനമുള്ള എബി.K. തോമസ് അച്ഛനെ തെക്കുമല CSA സഭയുടെ യുവജന സഖ്യത്തിന്റെ പേരിലും പ്രത്യേകിച്ച് ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ അംഗങ്ങളുടെയും പേരിലും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ നാളുകളിൽ ചെയ്തു വരുന്നത് പോലെ ഈ സെമിനാറിനും 2 ഭാഗങ്ങൾ ഉണ്ടാവും. ആദ്യത്തെ ഭാഗത്ത് അച്ഛന്റെ പ്രസന്റേഷൻ ഉണ്ടാവും. തുടർന്ന് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, വിയോജിപ്പുകൾ രേഖപ്പെടുത്താം, നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാം. ഈ സമയം പ്രസന്റേഷന് വേണ്ടി സ്നേഹവും ബഹുമാനമുള്ള അച്ഛനെ ക്ഷണിക്കും. താങ്ക് യു രഞ്ജു അച്ഛൻ. ഞാൻ പറയുന്നത് കേൾക്കാമോ? ഓഡിബിൾ ആണോ? അതെ അച്ഛാ, ഓഡിബിൾ ആണ്. താങ്ക് യു. തെക്കുമല CSI ഇടവകയുടെ ശുശ്രൂഷകനായ ബഹുമാനമുള്ള രഞ്ജു അച്ഛൻ, യൂത്ത് മൂവ്മെന്റിന്റെ, യൂത്ത് ഫെലോഷിപ്പിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകൾ, ഇന്ന് യൂത്ത് സെമിനാറിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച്
ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചിലത് മനസ്സിലാക്കാനും ചിലതിലേക്കൊക്കെ തിരിഞ്ഞു നോക്കാനും നമ്മൾ അറിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് റിന്യൂ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം ദി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ബൈബിൾ ഇൻ അവർ ടൈം. അതാണ് ഞാൻ അച്ഛനോട് സൂചിപ്പിച്ചത്. ആ ഒരു സ്റ്റഡിയിലേക്ക് നമുക്ക് കടക്കുകയും ചെയ്യാം. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ബൈബിൾ ഇൻ അവർ ടൈം. നമ്മുടെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ, സമകാലിക പശ്ചാത്തലത്തിൽ ഹൗ വി ക്യാൻ ഇന്റർപ്രറ്റ് ദ ബൈബിൾ, എങ്ങനെ നമുക്ക് ബൈബിളിനെ ഇന്റർപ്രറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അല്പമായിട്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. എൻ്റെ പ്രസന്റേഷൻ ഒരു 45 മിനിറ്റ്സ് കാണും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡിസ്കഷനുള്ള സമയമാണ്. 7:15 എനിക്ക് ഈ സെഷൻ അവസാനിപ്പിക്കണം. എൻ്റെ ഇടവകയുടെ ബൈബിൾ സ്റ്റഡി 7:30 ആരംഭിക്കും. അതുകൊണ്ട് ഞാൻ ഒരു പക്ഷേ കുറച്ചുകൂടെ സമയം എടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അതിന് സാധിക്കത്തില്ല. ഒന്ന്, ഇന്റർപ്രിറ്റിംഗ് ദ ബൈബിൾ ഇൻ അവർ ടൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാണ്. 3 കാര്യങ്ങളാണ് അതിൻ്റെ പ്രാഥമിക ശ്രദ്ധയിൽ, പരിഗണനയിൽ വരേണ്ടുന്നത്. ഒന്ന്, ദ വേർഡ്, WORD, വചനം, ദ വേർഡ്. രണ്ടാമത്തത് ദ വേൾഡ്, WORLD, ദ വേൾഡ്. മൂന്നാമത്തത് നമ്മൾ, അസ്, ദ വേൾഡ്, ദ വേർഡ് ആൻഡ് അസ്. വചനവും ലോകവും നമ്മളും, ഈ 3 ഘടകങ്ങൾ എല്ലാ വചന വ്യാഖ്യാനത്തിന്റെയും ദൈവവചന വ്യാഖ്യാനത്തിന്റെയും പിറകിൽ ഉണ്ട്. വേർഡിനെ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, വേർഡിനെ വി ഹാവ് ടു ഇന്റർപ്രറ്റ് ദ വേർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ വേൾഡ്. Therefore, if we connect the word in relation with the world, we can get into the meaning of the word. We will receive the meaning, the underlining meaning of the word. വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അതിനെ ലോകവുമായിട്ട് ബന്ധിപ്പിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ലോകത്തിന്റെ സാഹചര്യങ്ങളുമായി, ലോകത്തിന്റെ പ്രത്യേകതകളുമായി, ലോകത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളുമായി നമ്മൾ വചനത്തെ ബന്ധപ്പെടുത്തുമ്പോഴാണ് വചനത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ഞാനിത് പറയാനായിട്ട് കാരണം, അല്ല എങ്കിൽ വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം, ദ ബൈബിൾ എന്ന് പറയുന്നത് ഫ്രോസൺ ആയി പോകും. അപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ബൈബിളിൽ നമ്മൾ ശ്രമിക്കുന്നത് ഒരു ഫ്രോസൺ ടെക്സ്റ്റിനെ. എന്തുകൊണ്ടാണ് ഒരു ഫ്രോസൺ ടെക്സ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്? കാരണം ഇത് നാം ജീവിക്കുന്ന ഒരു സോഷ്യോ ഇക്കണോമിക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയതല്ല ഈ വചനം ഒന്നും തന്നെ. ഫ്രം ദി ബുക്ക് ഓഫ് ജെനസിസ് ടു ദ റെവലേഷൻ, ദിസ് വേർഡ് ഓഫ് ഗോഡ്, ദ ബൈബിൾ ഡീൽസ് വിത്ത് ദി ഹിസ്റ്ററി ഓഫ് ദി ഇസ്രായേലൈറ്റ് പീപ്പിൾ. യഹൂദരായ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, യഹൂദ മതത്തിൽ നവീകരണം സംഭവിച്ച ജീസസ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംഭവ വികാസങ്ങൾ, സാമൂഹികമായ മാറ്റങ്ങൾ, ഭരണകരമായിട്ടുള്ള മാറ്റങ്ങൾ, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരണം. അതായത് ഇസ്രായേല്യരുടെ ഭരണരീതി നമ്മളുമായിട്ട് വലിയ ബന്ധമൊന്നും ഉള്ളതല്ല. ഇപ്പോൾ ഇസ്രായേല്യരുടെ സാമ്പത്തിക സ്ഥിതി, ഇസ്രായേല്യരുടെ ലിബറേഷൻ അല്ലെങ്കിൽ എന്താ പറയാ സ്വാതന്ത്ര്യം, അടിമത്തത്തിൽ നിന്നുള്ള അവരുടെ സ്വാതന്ത്ര്യം, ഇസ്രായേല്യരുടെ സാമൂഹ്യ ജീവിതം, ഇതൊക്കെ തെക്കുമല ഇടവകയിലെ ജനങ്ങളുമായി
കേരളത്തിലുള്ള ഏതെങ്കിലും ഗ്രാമത്തിലെ ഇടവകയുമായിട്ട് എങ്ങനെയാണ് നമുക്ക് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്? അതിന് സാധിക്കുമോ? അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? പണ്ടാരണ്ട് പറഞ്ഞു, ഈ അപ്പോസ്തലനായ പൗലോസ് പല സഭകൾക്ക് ലേഖനം എഴുതിയല്ലോ. ഒരാൾ തമാശയ്ക്ക് പറഞ്ഞതാണ്, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് എഴുതിയതല്ലല്ലോ, അതൊക്കെ അവർക്ക് വേണ്ടി എഴുതിയതല്ലേ, ഇത് ഞങ്ങൾക്കുള്ളതല്ലല്ലോ എന്നൊരാൾ തമാശ പറഞ്ഞിട്ട് ഓർക്കുന്നു. അപ്പോ ഈ നമ്മൾ എഴുതപ്പെട്ടിരിക്കുന്ന ഈ ദ വേർഡ് ഓഫ് ഗോഡിന്, ദൈവത്തിന്റെ വചനത്തിന് ഈ സമകാലികമായിട്ടുള്ള കണ്ടംപററിയൽ റെലവൻസ് എന്താണ്? നിലവിലുള്ള സമകാലിക ലോകത്തിന്റെ ലോകവുമായുള്ള ബന്ധത്തിലുള്ള അതിന്റെ റെലവൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഫ്രോസൺ ടെക്സ്റ്റ് ഡീഫ്രോസൺ ആവത്തുള്ളൂ. ഒരു ഫ്രോസൺ ടെക്സ്റ്റ് അല്ലെങ്കിൽ മരവിച്ചിരിക്കുന്ന ഒരു വചനം അല്ലെങ്കിൽ പഴയ ഒരു വചനം ആനുകാലിക പ്രസക്തമായിട്ട് മാറുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആനുകാലിക പ്രസക്തമാക്കി ബൈബിളിനെയും അതിൻ്റെ എഴുത്തിനെയും, അത് എഴുതിയ ആളുകളുടെ സാമൂഹിക പശ്ചാത്തലം, അത് എഴുതിയ ആളുകളുടെ രാഷ്ട്രീയ നിലപാടുകൾ, അത് എഴുതിയ ആളുകളുടെ സാമൂഹ്യ നിലവാരങ്ങൾ, അത് എഴുതിയ ആളുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ, ഇതെല്ലാം നമ്മൾ പരിശോധിക്കുകയും അതും നമ്മുടെ കാലവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ കാലത്തെ ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കാനോ, നമ്മുടെ കാലത്തെ our ടൈംസ് കണ്ടംപററി സിറ്റുവേഷനെ ഏതെങ്കിലും തരത്തിൽ അതിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാനോ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനോ ബൈബിളിന് സാധിക്കുമോ എന്നതാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൈദികരും ശുശ്രൂഷക്കാരും ഒക്കെ ബൈബിളിൽ നിന്നും പഠിപ്പിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ സമകാലിക സാഹചര്യങ്ങളുമായി അതിനെ ബന്ധപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന്, സമകാലിക സാഹചര്യത്തിലെ ദി ഒപ്രഷൻ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ അടിമത്തത്തെ, ജനങ്ങളുടെ സ്വാതന്ത്ര്യക്കേടിനെ, ഭരണകൂടം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള അധികാരത്തെ, ഭരണകൂടം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അവരവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റിനെ, പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിനെ വി ആർ ട്രൈങ് ടു ഇന്റർപ്രറ്റ് ഇൻ റിലേഷൻ വിത്ത് ദി ബൈബിൾ. ബൈബിളുമായുള്ള ബന്ധത്തിൽ നമ്മൾ അത് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഉദാഹരണത്തിന്, ഇപ്പൊ ഇന്ത്യയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന നടപടികൾ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് നമ്മൾ കാശ്മീർ പോലെയുള്ള വിഷയങ്ങളിൽ, അല്ലെങ്കിൽ NARC നാഷണൽ രജിസ്ട്രേഷൻ സമയത്ത്, നമ്മളുടെ ഐഡന്റിറ്റി രജിസ്ട്രേഷന്റെ സമയത്തുണ്ടായ പ്രശ്നങ്ങൾ. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് ബൈബിളിലെ ചില സംഭവങ്ങളുമായി ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്? നമ്മൾ വിശുദ്ധ പുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ ജനസിസ് മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ, എക്സഡസ് പരിശോധിക്കുമ്പോൾ, ഈവൻ നമ്മുടെ ഗോസ്പൽസ് ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ സെൻസസുകളെ കാണാൻ സാധിക്കും. പലതരത്തിലുള്ള സെൻസസുകൾ, പേര് കൂട്ടാനുള്ള സെൻസസുകൾ. യേശു ജനിക്കുന്ന സമയത്ത് അമ്മയും അപ്പനും സെൻസസിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ് എന്ന് ഇത് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അത്തരം സമാനതകളുള്ള ടെക്സ്റ്റുകളെ, സമാനതകളുള്ള ബൈബിൾ ഭാഗങ്ങളെ ഈ കാലവുമായി നമ്മൾ ബന്ധിപ്പിച്ച് നോക്കുകയാണ്. എന്നിട്ട് നമ്മൾ നോക്കുന്നത് എവിടെയാണ് മനുഷ്യരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത്, എവിടെയാണ് മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നുകയറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒരു ടെക്സ്റ്റിനെ നമ്മുടെ കാലവുമായി അത്രയധികം ഇല്ലാതിരിക്കുന്ന ഒരു ടെക്സ്റ്റിനെ നമ്മുടെ കാലവുമായി ബന്ധിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അച്ഛന് ഓർമ്മിപ്പിച്ചതുപോലെ COVID-19 സമയമാണ്. അപ്പോൾ ഒട്ടനവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്.
ദൈവമുണ്ടോ? ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഇതിനെ നിയന്ത്രിക്കാത്തത്? ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനെ മറികടക്കാൻ ദൈവം അനുവദിക്കാത്തത്? ദൈവത്തിന്റെ ശക്തി എന്തുകൊണ്ടാണ് ദൈവം പ്രയോഗിക്കാത്തത്? ഇങ്ങനെ സ്വാഭാവികമായ ചില ചോദ്യങ്ങൾ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്ന വിഷയത്തിൽ പോലും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതിന്റെ മറ്റൊരു വശം ഞാൻ പറയാം. അതായത് ഈ ഇസ്രായേൽ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ഹിസ്റ്ററിയിൽ ധാരാളം പെസ്റ്റിലൻസസ് നമുക്ക് കാണാൻ സാധിക്കും. പാൻഡമിക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ പാൻഡമിക് ഒക്കെ തന്നെ അക്കാലഘട്ടത്തിലെ ഇസ്രായേൽ കമ്മ്യൂണിറ്റിയുടെ ലൈഫിനെ വളരെയേറെ ബാധിച്ചിട്ടുള്ളതാണ്. ഒരു പാൻഡമിക് വന്നാൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായ അതേ പ്രശ്നങ്ങൾ തന്നെ അക്കാലഘട്ടത്തിലും ഉണ്ടാകുമായിരുന്നു. ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള പ്രയാസങ്ങൾ, കൈകളിൽ പണമില്ലാത്ത അവസ്ഥ, ദാരിദ്ര്യം, പട്ടിണി, അതേപോലെ തന്നെ ജനങ്ങളുടെ ചോയ്സസ് വളരെയധികം ഷ്രിങ്ക് ചെയ്യുന്നു, കുറയുന്നു, ചുരുങ്ങുന്നു. അതേപോലെ തന്നെ ജനങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ പ്രയാസകരമാകുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് പോലെ അന്ന് ആ കാലഘട്ടത്തിലുള്ള പ്ലേഗിൽ അല്ലെ ആ കാലഘട്ടത്തിലുള്ള പാൻഡമിക്കുകളിൽ, പെസ്റ്റിലൻസുകളിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് വിശുദ്ധ പുസ്തകത്തിൽ എക്സഡസിന്റെ പുസ്തകത്തിലാണ് നമ്മൾ വിവിധ തരത്തിലുള്ള പ്ലേഗുകളെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ പാൻഡമിക്കുകളെ, അല്ലെങ്കിൽ പെസ്റ്റിലൻസസിനെ കാണുന്നത്. അപ്പോൾ ഈ പെസ്റ്റിലൻസസ് ഉണ്ടായപ്പോൾ ഹൗ ദി മിസ്രൈമൈറ്റ്സ് ഫേസ്ഡ് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കണം. എങ്ങനെയാണ് പെസ്റ്റിലൻസ് ഉണ്ടായപ്പോൾ ഈജിപ്തുകാർ അതിനെ നേരിട്ടത്? എങ്ങനെയാണ് പെസ്റ്റിലൻസ് ഉണ്ടായ സന്ദർഭത്തിൽ ഇസ്രയേലൈറ്റ് കമ്മ്യൂണിറ്റി അതിനെ ഓവർകം ചെയ്തത്? അത് വളരെ പ്രധാനമായിട്ട് നമുക്ക് ഓർമ്മയിൽ വരണം. വിശുദ്ധ പുസ്തകത്തിൽ എക്സഡസിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 10-11 വാക്യം. എക്സഡസ് ചാപ്റ്റർ 10 and 11. അവിടെ പെസ്റ്റിലൻസ് ഉണ്ടായ സമയത്ത് ഈജിപ്തുകാർ മന്ത്രവാദികളെ ആശ്രയിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. മന്ത്രവാദികളെ, ക്ഷുദ്രക്കാരെ ഒക്കെ ആശ്രയിക്കുകയാണ്. ഈജിപ്തുകാർ അതാണ് ചെയ്തത്. അവർക്ക് അതേ അറിയുള്ളായിരുന്നു. ആ കാലഘട്ടത്തിൽ മന്ത്രവാദികളിലൂടെയും ക്ഷുദ്രക്കാരിലൂടെയും പെസ്റ്റിലൻസിനെ ഓവർകം ചെയ്യാമെന്നാണ് ഫാറോവോ രാജാവ് വിചാരിച്ചത്. എന്നാൽ അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല. അവർക്കൊന്നും ഒരു ആൻസറോ ഒരു സൊല്യൂഷനോ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. വേറാസ് ദി ഇസ്രയേലൈറ്റ് എന്താണ് ചെയ്തത്? ഇസ്രയേൽ ജനങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. അപ്പോൾ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് പ്ലേഗ് ഓഫ് ബ്ലഡ് ആണ്. അതായത് നദികളിലെ വെള്ളമൊക്കെ രക്തനിറമാകുന്നതാണ് ആദ്യം നമ്മൾ കാണുന്നത്. അപ്പോൾ നദികളിലെ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ നദികളിലെ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വെള്ളത്തിന് വേണ്ടി ആളുകൾ പരക്കം പായുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സ്റ്റാർവേഷൻ ഉണ്ട്, അല്ലെ? സ്റ്റാർവേഷൻ വരുന്നു, സ്കേഴ്സിറ്റി വരുന്നു. സ്കേഴ്സിറ്റി വന്നു കഴിയുമ്പോൾ ജനങ്ങൾക്ക് ഓഫ് കോഴ്സ് അവരുടെ ഹെൽത്തിനെ അത് ബാധിക്കുന്നു, അല്ലെ? ഹൈജീനെ ബാധിക്കുന്നു, അല്ലെ? അതേപോലെ തന്നെ അവരുടെ മെന്റൽ സ്ട്രെങ്തിനെ ഇതെല്ലാം അതിന്റെ പുറകെ വരുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് പ്ലേഗിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചത്, ഫസ്റ്റ് പെസ്റ്റിലൻസിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചത്, ബ്ലഡ്. അത് കഴിയുമ്പോഴത്തേക്കിനും ഫ്രോഗ് വരുന്നു. ഫ്രോഗാണ് അടുത്ത പെസ്റ്റിലൻസ് ആയിട്ട് വരുന്നത്. ഫ്രോഗ്, തവളകൾ ദേശത്തൊക്കെ വ്യാപിക്കും. സോ തവളകൾ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ തന്നെ വരികയാണ്. ഹൈജീനിക് ഇഷ്യൂസ് വരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു, അതേപോലെ തന്നെ പലതരത്തിലുള്ള മറ്റ് അസുഖങ്ങൾ വരുന്നു. കൃഷി നിലങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നു. ഇങ്ങനെ 10 പ്ലേഗിന്റെ സമയത്തും ഓരോരോ സംഭവങ്ങളാണ് വരുന്നത്. ഓരോരോ സംഭവങ്ങൾ വരികയാണ്. ഓരോരോ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാകുകയാണ്. അത് അവരുടെ സാമൂഹ്യ ജീവിതത്തെ, അവരുടെ രാഷ്ട്രീയ ജീവിതത്തെ, അവരുടെ സാമ്പത്തിക ജീവിതത്തെ ഒക്കെ ബാധിക്കുന്നുണ്ട്. രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നേതൃത്വം കൊടുക്കുന്ന ഫറോയ്ക്ക് ഇതിനൊരു ആൻസർ കണ്ടുപിടിക്കാൻ, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഫറോയ്ക്ക് സാധിക്കുന്നില്ല. ഇപ്പോഴൊക്കെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇന്ത്യയിലെ മന്ത്രിമാരും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ജനങ്ങളെല്ലാം
മന്ത്രിമാരെയും മന്ത്രിസഭയെയും ഒക്കെ കുറ്റം പറയും. ഓഫ് കോഴ്സ് അവരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാകാം, എന്നാൽ പോലും പ്രാഥമികമായി കുറ്റാരോപിതർ അവരാണ്. എന്നതുപോലെ തന്നെയാണ് ഇവിടെയും ഫറവോന്റെ കാര്യം. എല്ലാവരും കുറ്റം പറയുന്നത് ആരെയായിരിക്കും? ഫറവോനെ ആയിരിക്കും കുറ്റം പറയുന്നത്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, അവരുടെ സാമ്പത്തിക സ്ഥിതി പോലെ തന്നെ അവരുടെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ, രാഷ്ട്രീയപരമായിട്ട് അവർക്ക് എന്ത് ചെയ്യണം, അതിനൊരു സൊല്യൂഷൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റാത്ത. അപ്പൊ ഫറോ തന്നെ നമുക്ക് ആ വേദഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഫറോ തന്നെ ആകെ കൺഫ്യൂസ്ഡ് ആകുകയാണ്. ഇനീഷ്യലി ഹി വാസ് initiating the help from the people who does these magics. അത് കഴിയുമ്പോഴത്തേനും ഫറോ പറയുന്നു, എന്നാൽ നമുക്ക് ഈ മോശയെ വരുത്താം. മോശയും അഹരോനും ഒക്കെ ആരനും ഒക്കെ വരുന്നുണ്ട് അവരെ ഫറോയെ ഹെൽപ്പ് ചെയ്യാൻ. പക്ഷെ അവരുടെ മുമ്പിൽ മോശയ്ക്കും ആരനും പറയാനുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യമാണ്, ലെറ്റ് മൈ പീപ്പിൾ ഗോ സോ ദാറ്റ് ദേ വിൽ വർഷിപ്പ് മീ ഇൻ വിൽഡർനെസ്. അതായിരുന്നു അവരുടെ ഒരേ ഒരു ആവശ്യം, ഞങ്ങളുടെ ജനത്തെ വിട്ടയക്കണം എന്നായിരുന്നു ആവശ്യം. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ, പെസ്റ്റിലൻസിന്റെ പ്ലേഗിന്റെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇസ്രായേൽ കമ്മ്യൂണിറ്റി അതിനെ അതിജീവിച്ചത് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ കമ്മ്യൂണിറ്റിയെ ഇത് ബാധിച്ചില്ല എന്നൊക്കെയാണ് കാണുന്നത്? നിങ്ങളത് എങ്ങനെയാണ് വിചാരിക്കുക? ഒരു കൂട്ടം ആളുകൾ കൂട്ടമായി താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന ചില പ്ലേഗുകൾ, ചില പെസ്റ്റിലൻസ്, വേറൊരു വിഭാഗത്തെ ബാധിക്കാത്ത ഒരു പെസ്റ്റിലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതായ ഒരു കാര്യമല്ല. ഇപ്പോ ചില ആളുകൾ പറഞ്ഞു, ക്രിസ്തു വിശ്വാസികൾക്ക് പാൻഡമിക് പെസ്റ്റിലൻസ് ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്നവർക്കും പാടുന്നവർക്കും ദൈവത്തെ ആരാധിക്കുന്നവർക്കും പെസ്റ്റിലൻസും പാൻഡമിക്കും ഒന്നും വരത്തില്ല എന്ന് ചില ആളുകൾ പറഞ്ഞു. അത് ശുദ്ധ മണ്ടത്തരമാണ്. നമ്മൾ കണ്ടു, എത്രയോ അച്ഛന്മാര്, എത്രയോ പള്ളിയിലെ ആളുകള്, എത്രയോ നല്ല മനുഷ്യര് മരണപ്പെട്ടു പോയി അല്ലേ? അപ്പൊ എന്നതുപോലെ തന്നെ ഈ പ്രയാസങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ മക്കളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് നിശ്ചയമായി. ഉദാഹരണം, നദിയിലെ വെള്ളം മുഴുവൻ രക്തമായി തീർന്നു എന്ന് പറയുമ്പോൾ ആ നദിയിലെ വെള്ളം കുടിക്കുന്നത് ഇസ്രായേൽ കമ്മ്യൂണിറ്റിയും കൂടിയാണ് അല്ലെ? ഈജിപ്ഷ്യൻസ് മാത്രമല്ല, ഈ ഇസ്രായേൽ കമ്മ്യൂണിറ്റിയും കൂടാണ് അത് ആ വെള്ളം കുടിക്കുന്നത്. Therefore ഇസ്രായേൽ കമ്മ്യൂണിറ്റിയും അതിന്റെ തിക്ത അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഫ്രോഗ് മുഴുവൻ കയറി എന്ന് പറയുമ്പോൾ അത് ദേശത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിൽ വ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്ലൈസ്, ഈച്ച കയറി എന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും കയറി എന്നാണ് 24-ാമത്തെ വാക്യത്തിൽ, 10-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ സ്പെസിഫിക് ആയിട്ട് ചിലത് പറയുന്നുണ്ട്. ഫറവോന്റെ അരമനയിലും അവന്റെ ഭൃത്യന്മാരുടെ വീടുകളിലും മിസ്രയീം ദേശത്തും എല്ലായിടവും വന്നു എന്ന് പറയുന്നുണ്ട്. ഇൻക്ലൂഡിങ് ദ ഇസ്രയേലൈറ്റ് ഹൗസസ്, അവിടെയും വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. ഇനി നമുക്ക് നോക്കാം ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഒട്ടകം, കഴുത, കന്നുകാലി, ആട്, കുതിര, ഇവയുടെ മേലെല്ലാം ബാധ വന്നു. അങ്ങനെ ബാധ വരുന്നെന്ന് പറയുമ്പോൾ ഇവയൊക്കെ നോക്കിക്കൊണ്ടിരുന്നവർ ആരാണ്? ഈ ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും ഒക്കെ സംരക്ഷിച്ച് അവയെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് ഇസ്രായേൽ കമ്മ്യൂണിറ്റിയാണ്. അവരുടെ ഒരു ജോലിയും കൂടെ ആയിരുന്നു. കട്ട പിടിക്കുക, റോഡുണ്ടാക്കുക, ബിൽഡിംഗ് പണിയുക എന്നത് മാത്രമായിരുന്നില്ല ഇസ്രായേൽ കമ്മ്യൂണിറ്റിയുടെ ജോലി. മറിച്ച് ഈ ഈജിപ്ഷ്യൻസിന്റെ ഒക്കെ വേലയ്ക്കും ജോലിക്കും ഒക്കെ ഇസ്രായേൽ കമ്മ്യൂണിറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇസ്രായേൽ കമ്മ്യൂണിറ്റിക്കും കൂടി ഇത് അഫക്ട് ചെയ്തെന്ന് മനസ്സിലാക്കണം. എങ്ങനെ അഫക്ട് ചെയ്തത്? ഉദാഹരണത്തിന്, ഒരു മിസ്രൈമിന്റെ വീട്ടിൽ നിൽക്കുന്ന കുറെ അധികം ലൈഫ് സ്റ്റോക്കിനെ പ്ലേഗ് വന്ന് ബാധിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ജോലിക്ക് നിൽക്കുന്ന ആളെ അത് അഫക്ട് ചെയ്തെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? അവിടെ ജോലിക്ക് നിൽക്കുന്ന ഈജിപ്ഷ്യൻ അല്ലാത്തവരെ, അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ഉൾപ്പെടെയുള്ളവരെ സകലരെയും അഫക്ട് ചെയ്ത് ജോലി നഷ്ടപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. ലൈഫ് സ്റ്റോക്ക് മുഴുവൻ ചത്തു വീഴുകയാണ്. അതിന്റെ അർത്ഥം ജോലി നഷ്ടപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? അതേപോലെ തന്നെ പലതും. 9-ാമത്തെ ബാധയാണ് ഇരുട്ടും, അന്ധകാരം എന്ന് പറഞ്ഞാൽ മിസ്രയീം വീടുകളിൽ മാത്രം അന്ധകാരമെന്നല്ലല്ലോ. ഇരുട്ടെന്ന് പറയുന്നത് എല്ലായിടത്തുമാണ് ഇരുട്ട് അല്ലെ? അപ്പൊ എല്ലാവർക്കും അത്
ബാധ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. എന്നാൽ വിശുദ്ധ പുസ്തകത്തിൽ ഇസ്രായേലിയർ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ള നിലയിലാണ് അവരതിനെ എഴുതിയിരിക്കുന്നത്. ഓഫ് കോഴ്സ് അതൊരു ഹീബ്രു ടെക്സ്റ്റ് ആണ്, ഹീബ്രു ബൈബിളാണ്, ഹീബ്രു ബൈബിളിന്റെ ഭാഗമാണ്. യഹോവയെ ദൈവം അവരെ സംരക്ഷിച്ച വിധങ്ങളെ അവർ വളരെയധികം ഭംഗിയോടെ എക്സാജറേറ്റ് ചെയ്യുകയോ അവരത് വളരെയധികം വിശദമായിട്ട് എണ്ണുകയോ അവർക്ക് കിട്ടിയ സ്പെഷ്യൽ കൺസിഡറേഷനെ, ഇസ്രായേൽ കമ്മ്യൂണിറ്റിക്ക് ഹീബ്രു പീപ്പിളിന് കിട്ടിയ സ്പെഷ്യൽ കൺസിഡറേഷനെ അവർ വളരെ ഭംഗിയായിട്ട് എഴുതുക എന്നതിന്റെ അർത്ഥം മറ്റൊരു വശത്ത് ഈജിപ്ഷ്യൻസിന് കിട്ടിയ വലിയ അടിയെ, വലിയ കർണത്ത് കിട്ടിയ അടി പോലെ എഴുതി പിടിപ്പിക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക എന്നുള്ളത് അവരുടെ മനസ്സിലെ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അത് നമുക്ക് വിശുദ്ധ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഈ കാലഘട്ടത്തിലെ പെസ്റ്റിലൻസ്, ഈ കാലഘട്ടത്തിലെ ഈ ബാധ, ഈ കാലഘട്ടത്തിലെ ഈ പാൻഡമിക് എന്തൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു, എന്തൊക്കെ വ്യത്യാസങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു, സാമൂഹികമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, സാമ്പത്തികമാകട്ടെ, അതൊക്കെ തന്നെ ഏതൊക്കെ കാലത്ത് ഇതുണ്ടായോ അപ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രസന്റേഷന്റെ ഭാഗം ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് വേറൊരു ഭാഗത്തേക്കാണ് പോകേണ്ടത്. അത് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഒരു ഫ്രോസൺ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു നിലച്ച വചനം, ഏതോ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വചനം ഇന്നത്തെ കാലത്ത് ഇന്റർപ്രിറ്റേറ്റീവ് ആയിട്ട്, കോണ്ടെക്സ്ച്വൽ ആയിട്ട്, സമകാലികമായിട്ട് വ്യാഖ്യാനിക്കാം എന്നതിനെ കുറിച്ചാണ് ഇതുവരെ ഞാൻ സംസാരിച്ചത്. ഇനി നമുക്ക് പോകേണ്ടത് ഈ ബൈബിൾ എന്ന വിശുദ്ധ പുസ്തകം എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളൊരു ഒരു വൃത്തം വരച്ചാൽ, ഒരു 3 വൃത്തം ഉള്ളിൽ വരത്തക്ക രീതിയിലുള്ള 3 വൃത്തങ്ങൾ, ഡയഗ്രാംസ് പോലെ, ഒന്ന് വെളിയിലൂടെ, അതിനകത്തൊരു വൃത്തം, അതിന്റെ ഉള്ളിലൊരു വൃത്തം, ഇങ്ങനെ ഒരു 3 വൃത്തം വരച്ചാൽ അതിന്റെ ഏറ്റവും ഉള്ളിൽ കോർ എന്ന് പറയും. നമുക്കറിയാം, ഈ ജോഗ്രഫി ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മാൻഡില്, കോർ എന്നൊക്കെ പറഞ്ഞതുപോലെ ഉള്ളിലുള്ള ഭാഗം കോർ എന്ന് പറയാം. കോർ. അതിന്റെ പുറത്തെ വൃത്തത്തിന് നമ്മൾ ഡോക്ട്രിൻ എന്ന് പറയും. ഡോക്ട്രിൻ. അതിന്റെ ഏറ്റവും പുറത്തുള്ള വൃത്തത്തിന് നമുക്ക് ഒപ്പീനിയൻ എന്ന് വിളിക്കാം. ഒപ്പീനിയൻ. അപ്പോൾ ഞാൻ പറയുന്നത്, കോറിലാണ് നമുക്ക് ഫെയ്ത്ത് മാറ്റേഴ്സ് ഇരിക്കുന്നത്. ഫെയ്ത്ത് മാറ്റേഴ്സ് വിച്ച് കൺട്രോൾസ് യു ആൻഡ് മീ. എന്നെയും നിങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന, ലീഡ് ചെയ്യുന്ന ഫെയ്ത്ത് മാറ്റേഴ്സ് ഇരിക്കുന്ന ഭാഗമാണ് കോർ. അതിന്റെ പുറത്തൂടെ ഒരു വൃത്തം വരച്ചാൽ അതിനകത്ത് ഡോക്ട്രിൻസ് ഉണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, ദൈവത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ, ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള പഠനങ്ങൾ തുടങ്ങിയവയൊക്കെ ഡോക്ട്രിനൽ ആയിട്ട് വരും അതിന്റെ പുറത്തൂടെ. ഏറ്റവും പുറത്താണ് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ എന്റെയും നിങ്ങളുടെയും അഭിപ്രായങ്ങൾ. അപ്പോൾ ഇത് 3ഉം നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടെന്നൊന്ന് കൊണ്ടുവരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഉള്ളിൽ എന്തുണ്ട്? കോറാണ്. ഹൂ ഈസ് ഗോഡ് ആൻഡ് ഹൗ ഹി ഈസ് ഇന്റർവീനിങ് വിത്ത് മൈ ലൈഫ്. അത് ആ കോറിന്റെ ഭാഗത്തുണ്ട്. അതിനൊരു മാറ്റവും വരുന്നില്ല. അതിനകത്തൊരു മാറ്റവും വരുന്നില്ല. ദൈവം എന്നുള്ള അസ്തിത്വത്തിന് യാതൊരു മാറ്റവും വരാതെ, ഇളക്കം തട്ടാതെ, നിങ്ങൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞാലും, ഈ പാൻഡമിക്കിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തെ മറുത്തു പറഞ്ഞാലും, ഈ പാൻഡമിക്കിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തെ സംശയിച്ചാലും, ഈ പാൻഡമിക്കിന്റെ പേരിൽ നിങ്ങൾ ദൈവം ഇല്ല എന്ന് പറഞ്ഞാലും, കോർ എക്സിസ്റ്റ് ആസ് ഇറ്റ് ഈസ്. കോർ എക്സിസ്റ്റ് ആസ് ഇറ്റ് ഈസ്. അതേപോലെ തന്നെ കോർ നിലനിൽക്കും. ഉള്ളിൽ ഒരു മാറ്റവും വരികയില്ല. അത് അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. ദൈവത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, ദൈവത്തിന്റെ എക്സിസ്റ്റൻസ്, ദൈവത്തിന്റെ പ്രസൻസ്, ഇതെല്ലാം മാറ്റമില്ലാതെ അവിടെ തുടരുകയാണ്. ഇതിന്റെ പുറത്തൂടെയാണ് ഡോക്ട്രിൻസ് വരുന്നത്. ഡോക്ട്രിൻസ്. അവിടെയാണ് നമ്മൾ ദൈവം ആരെന്നും, ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തെന്നും, ദൈവത്തിന്റെ നേച്ചർ എന്തെന്നും ഒക്കെ നമ്മൾ പറയുന്നതാണ് ആ ഡോക്ട്രിനൽ ഭാഗം. അത് നമ്മുടെ അച്ഛന്മാരൊക്കെ എപ്പോഴും പ്രസംഗിക്കുന്നതാണ്. ഡോക്ട്രിനൽ ഭാഗം എപ്പോഴും പ്രസംഗിക്കും. ദൈവം ആരെന്നും, ദൈവത്തിന്റെ പ്രത്യേകതകൾ എന്താ, ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് തുടങ്ങിയിട്ടുള്ളതെല്ലാം നമ്മൾ പുൽപ്പിറ്റുകളിലൊക്കെ കേൾക്കുന്നതാണ്. ഇതിന്റെ പുറത്തെ പാളി അല്ലെങ്കിൽ പുറത്തെ വട്ടമാണ് ഒപ്പീനിയൻ. അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ടതാണ്.
അപ്പൊ നിങ്ങൾ കോറ് മനസ്സിലാക്കി, പുറത്തുള്ള ഡോക്ട്രിൻ മനസ്സിലാക്കി, അതിനും പുറത്തുള്ള ഒപ്പീനിയനിലേക്ക് നിങ്ങൾ വരികയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതുകൊണ്ട് എന്റെ വിചാരം, ഉള്ളിലുള്ള ദൈവം ആരെന്ന് നിങ്ങൾ മനസ്സിലാക്കി, ഡോക്ടറിനിലൂടെ അത് വിശദീകരിച്ചു, അതിന്റെയും പുറത്തുള്ള ഒപ്പീനിയനിലേക്ക് നമ്മൾ വരികയാണ്. ഒപ്പീനിയനിലാണ് ഒരു വളരെ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു ബിലീഫിലേക്ക് മനുഷ്യൻ വരുന്നത്. എനിക്ക് ദൈവത്തെ, അപ്പൊ അവിടെയാണ് ചില എക്സ്പീരിയൻസസ് മനുഷ്യൻ അനുഭവിക്കുന്നത്. എക്സ്പീരിയൻസസ്. സോ ഞാൻ പറഞ്ഞു തരുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ബൈബിൾ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക വഴി, എക്സ്പീരിയൻസ് വഴി നമ്മൾ ശ്രമിക്കുക വഴി, ബൈബിളിലുള്ള നമ്മുടെ മനസ്സിലുള്ള, നമ്മുടെ ഫെയ്ത്ത് പാറ്റേൺസിലുള്ള ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടി എക്സ്പീരിയൻസ് വഴി നമ്മൾ ശ്രമിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ അത്തരം ഒത്തിരി എക്സ്പീരിയൻസസിലൂടെ പോയി, അല്ലെ? പാൻഡമിക്കിന്റെ കാലയളവിൽ ഒത്തിരി എക്സ്പീരിയൻസസ്. ആ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ ഉള്ളിലുള്ള ദൈവാംശത്തെ, ഉള്ളിലുള്ള, ഞാൻ മുമ്പേ പറഞ്ഞ ഏറ്റവും ഉള്ളിലുള്ള വൃത്തത്തിലെ ഹു ഈസ് ഗാഡ് എന്നുള്ള ആ ഒരു ചിന്തയെ കൂടുതൽ ഉറപ്പിക്കാനായിട്ടാണ് സഹായിക്കുന്നത് എക്സ്പീരിയൻസസ് എല്ലാം തന്നെ. അപ്പൊ ഞാൻ അതവിടെ പറഞ്ഞു നിർത്തുകയാണ്. സോ എക്സ്പീരിയൻസസ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർത്തിരിക്കുക. നമ്മൾ എങ്ങനെയാണ്, ഹൗ വി എക്സ്പീരിയൻസ് ഗാഡ്, നമ്മൾ ദൈവത്തെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു വല്ലാത്ത വിഷമവൃത്തത്തിൽ, വിഷമപ്രയാസത്തിൽ, ഹൗ ഗോഡ് വാസ് ഇന്റർവീനിങ് വിത്ത് യു, ഹൗ ഗോഡ് വാസ് ഹെൽപ്പിംഗ് ടു ഓവർകം ദി പ്രോബ്ലം. നിങ്ങളുടെ ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ ദൈവം എങ്ങനെ നിങ്ങളെ സഹായിച്ചു, ദൈവം എങ്ങനെയെങ്കിലും സഹായിച്ചുവോ? നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ദൈവം എവിടെ നിൽക്കുന്നു? നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ദൈവത്തിന്റെ ഇന്റർഫിയറൻസ് എന്താണ്? അവിടെയാണ് നമുക്ക് വലിയതായി ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അത് ഓർത്തിരിക്കണം. അപ്പോൾ അത് ഞാൻ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി ബൈബിള് എന്താണ്, ബൈബിളിന്റെ ഇന്റർപ്രിട്ടേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ മൂന്നാമതായിട്ട് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ബൈബിളിലെ ഇന്റർപ്രിട്ടേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബൈബിൾ എഴുതിയ ഒരു കാലഘട്ടമുണ്ട്. ആ ബൈബിൾ എഴുതിയ കാലഘട്ടത്തിലെ ആ കോണ്ടെക്സ്റ്റും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ കോണ്ടെക്സ്റ്റുകളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ബൈബിളിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. സോ മൂന്നാമത് ഞാൻ സൂചിപ്പിക്കുന്നത്, കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യം ഞാൻ സൂചിപ്പിച്ചത് ഫ്രോസൺ ടെക്സ്റ്റിനെ നമ്മൾ ഡീഫ്രീസ് ചെയ്യുകയാണ് എന്നതാണ് ആദ്യം സൂചിപ്പിച്ചത്. രണ്ടാമത് ഞാൻ സൂചിപ്പിച്ചത് എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്നുള്ളതാണ്. എപ്പോഴും എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. മൂന്നാമത് ഞാൻ പറയാനായിട്ട് പോകുന്നത് കോണ്ടെക്സ്ച്വൽ എക്സിസ്റ്റൻസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ബൈബിൾ. അതായത് ഈ കോണ്ടെക്സ്റ്റിൽ, ഈ പാൻഡമിക്കിന്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് എൻ്റെ ബൈബിൾ എന്നെ, ബൈബിളിലുള്ള എൻ്റെ ദൈവം, ബൈബിളിൽ ഞാൻ വായിക്കുന്ന എൻ്റെ ദൈവം, ബൈബിളിൽ ഞാൻ കാണുന്ന എൻ്റെ ദൈവം എന്നെ കരുതുന്നത്. അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ദൈവത്തെ ചിലർ മനസ്സിലാക്കുന്നത് കുറെ അധികം അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള, നമ്മൾ ഈ അലാവുദ്ദീൻ അത്ഭുത വിളക്ക് എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്ന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു അപരിമേയ ശക്തിയായോ ഒരു എന്താ പറയാ ഒരു ഫോഴ്സ് ആയോ ഒക്കെയാണ് കാണാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കും, ഇപ്പോൾ തന്നെ പാൻഡമിക് മാറ്റണം, ഇപ്പോൾ തന്നെ പാൻഡമിക് ദൂരെ പോകണം, ഇപ്പോൾ ഈ പാൻഡമിക്കിനെ ഇല്ലാതെയാക്കണം. ഞാൻ അത്തരം ബിലീഫ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയല്ല. ഓരോരുത്തർക്കും ഓരോരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ഏത് ബിലീഫ് പാറ്റേൺ സ്വീകരിക്കണം എന്നതിൽ അതിലൊന്നും തർക്കമില്ല, അതവിടെ നിൽക്കട്ടെ. എന്നാൽ ദൈവത്തിന് മറ്റൊന്നുകൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഓഫ് കോഴ്സ് ദൈവത്തിന് ശക്തിയുണ്ട്, ദൈവത്തിന് കഴിവുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ, അതൊന്നും സംശയം വേണ്ട. കാരണം ഇതിനു മുമ്പുള്ള പാൻഡമിക്കിനെ ഒക്കെ തന്നെ മനുഷ്യർ നേരിട്ടത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. മനുഷ്യർ നേരിട്ടത് ഈ രീതിയിലൂടെയൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന് ശക്തിയുണ്ട്, ദൈവം ചെയ്യാൻ ശക്തനാണ്, അതിനൊന്നും സംശയമില്ല.
പക്ഷെങ്കിൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ പാൻഡമിക്കിൽ ദൈവം എങ്ങനെ എന്നെ എൻ്റെ ജീവിത ക്രമത്തിൽ സഹായിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ബഹുഭൂരിപക്ഷം ആളുകൾ ഒരുപക്ഷെ സ്റ്റുഡൻസ് ആവാം, അല്ലെങ്കിൽ വർക്കുകൾ ചെയ്യുന്നവരാവാം, പ്രൊബേഷണേഴ്സ് ആവാം, ഒക്കെ ആവാം. പല ടൈപ്പ് ആളുകൾ ഉണ്ടാകുമല്ലോ ജോലിയിൽ, പല വൊക്കേഷൻസ് ചെയ്യുന്നവരാ ഉണ്ടാകുമല്ലോ. ഈ അടുത്ത സമയത്ത് എൻ്റെ ഇടവകയിൽ എൻ്റെ എക്സ്പീരിയൻസ് പറയാം വളരെ ഷോർട്ടായിട്ട്. എൻ്റെ ഇടവകയിൽ വളരെ പയസായിട്ടുള്ള ഒരു മനുഷ്യൻ, വളരെ പയസ്, ഈസ് വെരി വെരി എന്താ പറയാ, വളരെ ബിലീവിങ് നേച്ചറുള്ള, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള, മിഷണറി മെന്റാലിറ്റി ഉള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം കോവിഡ് ആണോ, തനിക്കൊരു പനി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു പനി ഉണ്ടായിരുന്നു. അപ്പൊ പനി പിടിച്ചപ്പോ കോവിഡ് ആണോ എന്ന് പേടിച്ച് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു വളരെ പെട്ടെന്ന്. ഏതാണ്ട് ഒരു മോർണിംഗ് ഒരു 6:30 ഒക്കെ ആയി. രാവിലെ ദേഹമൊക്കെ വിയർത്തു, അറ്റാക്കിന്റെ ലക്ഷണങ്ങളൊക്കെ വന്നു. പെട്ടെന്ന് മോളും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടില്. മോള് പെട്ടെന്ന്, ഞാൻ ബോംബെയിലെ ഒരു സംഭവമായി പറയുന്നത്, മോള് പെട്ടെന്ന് കാറ് വിളിച്ചു. പെട്ടെന്ന് കാറ് വന്നു, യൂബറിൽ കയറ്റി എങ്ങനെയോ ഈ മനുഷ്യനെ, അയാൾ വലിയ ആജാനുബാഹു ഒരു മനുഷ്യനാണ്, വളരെ പൊക്കവും മണ്ണൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. പലരുടെയും സഹായത്താൽ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഹിസ് ഡെഡ്. പെട്ടെന്ന് ഈ കുട്ടി എന്നെ വിളിച്ചു. ഇവള് ഞങ്ങളുടെ ഇടവകയുടെ വൺ ഓഫ് ദി ഓർഗനിസ്റ്റാണ്. ഞങ്ങൾക്ക് 5-6 ഓർഗനിസ്റ്റുമാരുണ്ട്, അതിലൊരു പെൺകുട്ടിയാണ് ഇവള്. അപ്പോൾ അവള് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഫാമിലിയാണ് അവര്. അപ്പോ ഈ കുട്ടി ഹോസ്പിറ്റലിൽ ചെന്നു, പപ്പയെ അഡ്മിറ്റ് ചെയ്യുന്നു, കാഷ്വാലിറ്റിയിൽ ഡോക്ടർ വന്ന് നോക്കുന്നു, അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു, പറ്റുന്നില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇത് കേട്ട് ചെല്ലുകയാണ്. ഞാനാണ് ആദ്യം ചെല്ലുന്നത്. പെട്ടെന്ന് ഈ കുട്ടി എന്നെ ആദ്യം വിളിക്കും. ഞാൻ അവിടെ ഹോസ്പിറ്റലിനടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോ എന്റെ പാസേജ് അവിടെ അടുത്താണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെല്ലുന്നു. അപ്പോൾ കുട്ടി ഇങ്ങനെ ആകെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്, അല്ലാണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അമ്മ ആകെ തകർന്ന് നിൽക്കുകയാണ്, ആ കുട്ടി അമ്മയും ആ ഹോസ്പിറ്റലിൽ. അപ്പോ അവളോട് ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ വിചാരിച്ചു അവള് ഭയങ്കര പ്രയാസത്തില്ല. അവളോട് ഞാൻ പറഞ്ഞു, മോളെ ഈ ഒരു ബുദ്ധിമുട്ടില് എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല, ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റ. സാധാരണ നമ്മൾ പറയുന്ന ചില ക്ലീഷേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ അച്ഛന്മാരൊക്കെ പറയുന്നത് ചില ക്ലീഷേഴ്സ് ആണ്. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ, ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവൾ എന്താ എന്നോട് പറഞ്ഞെന്നറിയാം, അതെന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തൊരു കാര്യമാണ്. ഈ കുട്ടി എന്നോട് പറഞ്ഞത്, വളരെ ചെറുപ്പക്കാരി, 23 or 24 years എങ്ങാണ്ട്. ഈ കുട്ടി എന്നോട് പറഞ്ഞത്, God has better plan for me. ഇതാണ് അവളുടെ മറുപടി. God has better plan for. ദൈവത്തിന് എന്നെ കുറിച്ച് എന്തോ പദ്ധതിയുണ്ട്. ഞാൻ ആകെപ്പാടെ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. ഒരേ ഒരു മോളാണ്, 15 years ചികിത്സ ചെയ്ത് കിട്ടിയ ഒരു കുട്ടിയാണ് ഇവള്. 15 years ഈ പേരൻസിന് മക്കളില്ലാതെ ട്രീറ്റ്മെന്റ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ചെയ്ത് 15 years കഴിഞ്ഞ് കിട്ടിയ ഒരു മോളാണ് ഈ കുട്ടി. അപ്പ മരിക്കുമ്പോൾ അപ്പയ്ക്ക് എത്രയാ, അദ്ദേഹത്തിന് 63 years ആയി, 63 ആയി. ഇവള് 24 ഉള്ളൂ. അപ്പൊ അവൾ പറയാണ്, God has better plan for me. എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിൽ അവൾക്ക് അത് പറയാനായിട്ട് സാധിക്കുന്നത്? കാരണം അവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ കടന്നു പോകുന്ന എക്സ്പീരിയൻസസ് നമ്മളെ അതിലേക്ക് കൊണ്ടുവരണം. എല്ലാത്തരം എക്സ്പീരിയൻസസ്. ചിലർക്കൊക്കെ ആണെങ്കിൽ സാലറി കട്ട് വന്നു. ഞങ്ങളുടെ ബോംബെയിലൊക്കെ 50% സാലറി കട്ട് വന്നവരൊക്കെ ഉണ്ട്. 1.5 lakh ഒക്കെ വാങ്ങിക്കുന്നവർ നേരെ അതിന്റെ പകുതിയിലേക്ക് വരിക. 1 lakh വാങ്ങിക്കുന്നവർ നേരെ 50,000ലേക്ക്, 25,000 വാങ്ങിക്കും എന്ന് പറഞ്ഞതുപോലെ. സോ അവരുടെ ജീവിതം വല്ലാണ്ട് സ്ട്രഗിളിലായി, വല്ലാണ്ട് പ്രയാസത്തിലായി. സോ ഈ പ്രയാസത്തെ എങ്ങനെയാണ് അവർക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുക? അപ്പം നമുക്കറിയാം, നമുക്ക് അന്നേരം ഒത്തിരി കൂട്ടുകാർ കാണും, സുഹൃത്തുക്കൾ കാണും, അഭിപ്രായം ചോദിക്കും. സ്വാഭാവികമായിട്ടും അച്ഛന്മാരോട് വിളിച്ച് പറയും, പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രാർത്ഥിക്കണേ. വിളിച്ചു പറയും, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
ഗോഡ് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട് പല സന്ദർഭങ്ങളിലും. ദൈവം പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ ജനങ്ങളോട്, വിശ്വാസികളോട് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. സോ എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. എപ്പോഴും നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ മൂന്നാമത്തെ ഭാഗം ഞാൻ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി എനിക്ക് 3-4 മിനിറ്റേ ഉള്ളൂ. 2 കാര്യങ്ങളൂടെ പറയാനായിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ പോട്ടെ. 4-മതായിട്ട്, ഈ ബൈബിൾ എന്താണ് എനിക്ക്, വാട്ട് ഈസ് ബൈബിൾ ഫോർ മീ, എനിക്ക് എന്താണ് ബൈബിൾ എന്നുള്ളതാണ്. ഞാൻ അതിന് ഇങ്ങനെയാണ് പറയാ, ബൈബിൾ ഈസ് എ റൂളിംഗ് ബുക്ക് ഫോർ മൈ ലിവിങ്. ബൈബിൾ ഈസ് എ റൂളിംഗ് ബുക്ക്, RULING, റൂളിംഗ് ബുക്ക് ഫോർ മീ. എനിക്ക് എൻ്റെ ബൈബിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിൾ ഒരു റൂളിംഗ് ബുക്കായിട്ട് മാറുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്ന, നിങ്ങളെ കറക്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെങ്ത് തരുന്ന, നിങ്ങളുടെ ലൈഫിനെ കൃത്യമായി മനസ്സിലാക്കുന്ന, ആസ് എ ലിവിങ് ബീയിങ് വളരെ ലൈവ്ലി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ചില ആലോചനകൾ പറഞ്ഞു തരുന്ന ബുക്കായിട്ട് ബൈബിൾ മാറുന്നുണ്ടോ എന്നത് നിങ്ങൾ എപ്പോഴും പരിശോധിക്കേണ്ടുന്നത് വളരെയേറെ ആവശ്യമാണ്. ബൈബിൾ ഈസ് എ റൂളിംഗ് ബുക്ക് ഫോർ മൈ ലിവിങ്. എന്തുകൊണ്ടാണത്? അതായത് നമുക്കറിയാം, ബൈബിളൊക്കെ വായിക്കുന്നവരാണ് നമ്മൾ. ഓഫ് കോഴ്സ് വീട്ടിലും പള്ളിയിലും അല്ലെ വല്ലപ്പോഴും ഒക്കെ എങ്കിലും ബൈബിൾ വായിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് നമ്മൾ. എന്നാൽ ബൈബിൾ വായിക്കുമ്പോൾ പോലും മനുഷ്യർ ബൈബിളിനെ, അതിന്റെ ഘടകത്തെ, അതിന്റെ വിശ്വാസ ഘടകത്തെ, അതിന്റെ അടിത്തറയെ മറികടക്കുന്ന ജീവിതങ്ങളാണ് ഉണ്ടാകുന്നത്. ബൈബിൾ പലതും നമ്മളോട് പറയുന്നത് ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അതിങ്ങനെ ആവണം, ഇതിങ്ങനെ ആവണം എന്നൊക്കെ നമ്മളോട് പറയുന്നെങ്കിൽ പോലും നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്ന ലൈഫാണ് നമുക്കുള്ളത്. അവിടെ എനിക്ക് എൻ്റെ ബൈബിൾ റൂളിംഗ് ബുക്കായിട്ട് മാറുന്നുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കേണ്ടുന്നത് വളരെയേറെ ആവശ്യമാണ്. കാരണം ബൈബിൾ ഈസ് ഗിവിംഗ് മീ സർട്ടൻ പ്രിൻസിപ്പിൾസ് ആൻഡ് മോറൽ കോഡ് ഓഫ് എത്തിക്സ് ഇൻ മൈ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട്, നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ ആവശ്യമായ സർട്ടൻ പ്രിൻസിപ്പിൾസ്, സർട്ടൻ മോറൽ കോഡ് ഓഫ് ലൈഫ് നമുക്ക് ഈ ബൈബിൾ തരുന്നുണ്ട്. അതിനെ നമ്മൾ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ അതിജീവിക്കുന്നത്? ഉദാഹരണം ഞാൻ പറയാം. അതായത് ഈ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്നും കനാനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരോട് ദൈവം പറഞ്ഞു, കനാനിൽ അവർക്കെല്ലാം സ്വന്തമായിട്ട് കിട്ടിയല്ലോ, സ്വന്തമായിട്ടെല്ലാം കിട്ടി, ലാൻഡൊക്കെ കിട്ടി. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കൊയ്യുമ്പോൾ, അതായത് നിലം കൊയ്യുമ്പോൾ നിങ്ങൾ അരികു തീർത്ത് കൊയ്യരുത്. എന്ന് വെച്ചാൽ ഈ ബണ്ടുണ്ടല്ലോ, എന്നാ പറയാ, വരമ്പിനോട് ചേർത്ത് കത്തി വെച്ച് അത് കൊയ്തെടുക്കരുത്. ബിക്കോസ് വരമ്പിനോട് ചേർന്ന് നിൽക്കുന്ന നെല്ലുകള്, കതിരുകളെല്ലാം ഇറ്റ് ഫോർ ഏലിയൻസ്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അവർ വന്ന് എടുക്കട്ടെ, നിങ്ങൾ അത് ചെയ്യരുത്. അപ്പൊ അവരുടെ റൂളായിട്ട് എടുക്കുകയാണ്. പ്രിൻസിപ്പൽ കോഡ് ഓഫ് കണ്ടക്ട് ആയിട്ട്, മോറൽ കോഡ് ഓഫ് കണ്ടക്ട് ആയിട്ട് അവർ എടുക്കുകയാണ്. അതുകൊണ്ടുള്ള ഗുണം ആർക്കാ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ചുറ്റും ജീവിക്കുന്ന ആളുകൾക്കാണ് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ ഈ പല പോസ്റ്റുകളും ഫേസ്ബുക്കിൽ കണ്ടതിൽ എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. LMS ആണെന്ന് എൻ്റെ വിചാരം. LMSലോ സൗത്ത് കേരള ഡയസിസിലെ ഏതോ ചർച്ചിലാണ് കുറെ അധികം ഭക്ഷ്യവസ്തുക്കൾ പള്ളിയുടെ വെളിയിൽ കൊണ്ടുവന്ന് വെക്കുന്നു, ആർക്ക് വേണേലും എടുക്കാം എന്നുള്ള കൺസെപ്റ്റ്. മനസ്സിലായി? വാഴക്കുലയുണ്ട്, നേന്ത്രക്കായ ഉണ്ട്, ചേനയുണ്ട്, ചേമ്പ്, അങ്ങനെ പല എന്താ പറയാ സാധനങ്ങൾ, വെജിറ്റബിൾസ്, ഇതെല്ലാം കൊണ്ടവിടെ വെച്ച് ഗ്രോസറീസ് കൊണ്ടുവെക്കുന്നു, ആർക്ക് വേണേലും എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു റൂളിംഗ് ബുക്കായിട്ട് മാറുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു. ഈ ബൈബിൾ എൻ്റെ ജീവിതത്തിൽ ഒരു റൂളിംഗ് ബുക്കായിട്ട് മാറുന്നുണ്ടോ? ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കുന്നതാണെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു കാര്യം ഇവിടെ പറയാം. ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻസ്, അതായത് യേശു മരിച്ചു കഴിഞ്ഞിട്ട് ഉള്ള സന്ദർഭം, യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷമുള്ള ആദ്യത്തെ ക്രിസ്ത്യൻസ്, അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു, ഒത്തിരി പീഡനങ്ങൾ, ഒത്തിരി പൊളിറ്റിക്കൽ സമ്മർദ്ദങ്ങൾ. സ്വന്തമായിട്ട് പള്ളികളിൽ ആരാധിക്കാൻ പറ്റും, കൂടി വരാൻ പറ്റത്തില്ല, കാരണം ഇതൊരു റൈവൽ ഗ്രൂപ്പാണ്.
ജൂയിഷിന്റെ ഭാഗത്തു നിന്നുള്ള പീഡനം ഒരു വശത്ത്, റോമൻ കിങ്ഡത്തിന്റെ പീഡനം വേറൊരു വശത്ത്. അങ്ങനെ ഒത്തിരി ഒത്തിരി പീഡനങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പോൾ പക്ഷെ അവർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, അവർക്കുള്ളതൊക്കെ അവർ ഒരുമിച്ച് കൊണ്ടുവരികയാണ്, എന്നിട്ട് എല്ലാവരും പങ്കിടുകയായിരുന്നു. ഹൗസ് ചർച്ചസ് എന്നൊക്കെ നമ്മൾ പറയില്ല, ഹൗസ് ചർച്ചസ്, അത് അവിടെ നമുക്ക് കാണാം. വീടുകളിൽ സഭകൾ നിൽക്കുകയാണ്. അപ്പോൾ ആളുകൾ കൊണ്ടുവരുന്നു, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. സോ ഞാനതാണ് പറഞ്ഞത്, നിങ്ങളുടെ ബൈബിൾ, നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിൾ, ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു മോറൽ കോഡ് ഓഫ് കണ്ടക്റ്റിന് വേണ്ടി, അതേപോലെ തന്നെ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ലൈഫിന് വേണ്ടി എന്നെ സഹായിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. അത് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഏത് കാലഘട്ടത്തിൽ? ഈ പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ മറ്റുള്ള ആളുകളിലേക്ക് സഹായം എത്തിക്കാൻ, മറ്റുള്ള ആളുകളിലേക്ക് നമ്മുടെ സേവനങ്ങൾ, സർവീസ് എത്തിക്കാനായിട്ട് ബൈബിൾ എന്നെ സഹായിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൽ യൂത്തിന് വലിയൊരു ഇൻവോൾവ്മെന്റ് നടത്താൻ പറ്റും. യൂത്ത് മൂവ്മെന്റ്, യൂത്ത് ഫെലോഷിപ്പിന് ഒത്തിരി ഇൻവോൾവ്മെന്റ് നടത്താൻ പറ്റും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കോഴിക്കോട് കത്തീഡ്രലിന്റെ യൂത്ത് ഫെലോഷിപ്പിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തു. ഏകദേശം 100ഓളം ആളുകൾ സൂമിലുണ്ടായിരുന്നു. ഏകദേശം 300ഓളം ആളുകൾ അതിന്റെ യൂട്യൂബ് വീഡിയോ കാണുകയും ചെയ്തു. നിങ്ങൾക്കത് കിട്ടും, യൂട്യൂബ് വീഡിയോ സെർച്ച് ചെയ്താൽ. CSI കത്തീഡ്രൽ കാലിക്കറ്റ്. അപ്പോൾ എന്നോട് ഈ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ രഞ്ജു അച്ഛൻ അറിയാം, അവിടുത്തെ അസിസ്റ്റന്റ് അച്ഛനെ, നമ്മുടെ UTC പഠിച്ചതാണ്. സിബിൻ അച്ഛൻ അവിടെ UTCയിൽ ജൂനിയർ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്ലാസ്സിലാണെന്നാണ് തോന്നുന്നത്. രഞ്ജു അച്ഛന്റെ ക്ലാസ്സിലാണോ അതോ അതിന്റെ സീനിയർ ക്ലാസ്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പൊ അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. നിങ്ങളുടെ ക്ലാസ്സിലാണോ രഞ്ജു? റിബിന്റെ സീനിയർ സിബിൻ അച്ഛനും റിബിൻ അച്ഛനും രണ്ടുപേരും അവിടെ അസോസിയേറ്റ്സ് ആണ്. അവിടുത്തെ ഇടവികാരി അനിൽ ഡേവിഡ് എന്ന് പറഞ്ഞ അച്ഛൻ. അപ്പൊ അവരെന്നെ വിളിച്ചു. അപ്പൊ അവരുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് വൺ കോൾ എവേ, അതാണ് പ്രോഗ്രാമിന്റെ പേര്, വൺ കോൾ എവേ. ആ വൺ കോൾ എവേയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്പർ 1, ഒന്നാമത്തെ സർവീസ് എന്ന് പറയുന്നത്, ആർക്ക് വേണമെങ്കിലും ഒരു നമ്പറിൽ, പല നമ്പറുകളുണ്ട്, ആ നമ്പറുകളിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം പറയാം. നിങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രയർ ആണോ വേണ്ടത്, പ്രയർ ചെയ്യാൻ ആളുണ്ട്, റെഡിയാണ്. നിങ്ങൾക്ക് കൗൺസിലിംഗ് ആണോ വേണ്ടത്, അപ്പോൾ അവര് കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളിലേക്ക് കോൾ ഡൈവേർട്ട് ചെയ്യും. അപ്പോൾ ആ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾക്ക് മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വരണോ, എവിടെയെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വരണോ, അതാണെങ്കിൽ നിങ്ങൾ പറയുക, പെട്ടെന്ന് അത് ആ കോൾ അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യും. അവർ മെഡിസിൻ നിങ്ങളുടെ വീട്ടിലെത്തും. നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിലെ അപ്പോയിന്റ്മെന്റ് ആണോ വേണ്ടത്, ഇഞ്ചക്ഷൻ, ഇപ്പൊ നടക്കുന്ന വാക്സിനേഷനുള്ള സഹായമാണോ വേണ്ടത്, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, അവിടേക്ക് ആ കോൾ ഡയറക്റ്റ് ചെയ്യും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങളുടെ വീട്ടിൽ ഗ്രോസറി തീർന്നു പോയോ, ജസ്റ്റ് വിളിച്ചാൽ മതി. ഗ്രോസറി അറേഞ്ച് ചെയ്യുന്ന യൂത്ത് മെമ്പേഴ്സിന്റെ ഫോണിലേക്ക് ഈ കോൾ ഡൈവേർട്ട് ചെയ്യും. 24/7 ആണ് അവരുടെ സർവീസ്. 24/7 അവരുടെ സർവീസ് ഉണ്ട്. വൺ കോൾ എവേ, അതാണ് അതിന്റെ പേര്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞ അതാണ്, എന്റെ ബൈബിൾ, ഞാൻ വായിക്കുന്ന ഈ ബൈബിൾ എന്റെ പ്രിൻസിപ്പിളില്, എന്റെ മോറൽ ലൈഫിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനും ഒക്കെ സഹായകരമാണോ? അപ്പൊ ഞാൻ 4 കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഓക്കെ, ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഫ്രോസൺ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റിനെ റീഫോഴ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത്, നമ്മളുടെ ജീവിതത്തിൽ ബൈബിളിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞു. മൂന്നാമത്, എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു. നാലാമതായിട്ട് ഇപ്പോൾ പറഞ്ഞതാണ്, അതായത് ബൈബിൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോറൽ ലൈഫിനെ, എൻ്റെ പ്രിൻസിപ്പിൾസിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുകയും അതിനെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നതാണ്. ഇനി ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം. 3 മിനിറ്റ് എടുക്കും. ഞാൻ 45-ന് തീർക്കേണ്ടായിരുന്നു. ഞാനൊരു 3 മിനിറ്റ് എടുത്ത് അടുത്ത കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, മൂന്നാമതായിട്ട്, ബൈബിൾ എന്നത് ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ എനിക്ക് പങ്കാളിയാകാനായിട്ടുള്ള ഒരു അവസരം കൂടെ തരികയാണ്. ബൈബിൾ ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ എനിക്കൊരു അവസരം തരുന്നു. അതായത് നമുക്കറിയാം,
ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ത് ആണ് എന്ന്, ദൈവം നമ്മളെ ഏതൊക്കെ രീതിയിൽ സഹായിക്കുന്നു എന്നുള്ളത് ഒരു ഇമേജറിയാണ് ഫാദർ എന്ന ഇമേജറി. അതായത് നമ്മൾ കാണുന്നുണ്ട് ഒരു ഫാദർ ഒരാളെ ദൂരത്തേക്ക് പോയി തന്റെ വസ്തു എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. മകനാണ്, ഇളയ മകൻ, ദൂരത്ത് പോയി എല്ലാ വസ്തു എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് തിരിച്ചു വരുന്നു ഒന്നുമില്ലാതെ. empty hand is coming back. സോ ഈ ഫാദർ എന്ത് ചെയ്യാണ്? വിത്ത് സോ മച്ച് ഓഫ് ലവ് ഹി വാസ് റണ്ണിങ് ടുവേർഡ്സ് ഹിസ് സൺ. ഓടിപ്പോയിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു, അവന് ഉമ്മ കൊടുക്കുന്നു, അവന്റെ കൈകളിൽ മോതിരം ഇടിയിക്കുന്നു, അവന് നല്ല വസ്ത്രം ഇടിയിക്കുന്നു, ചെരുപ്പൊക്കെ കൊടുക്കുന്നു, അവനെ സ്വീകരിച്ചുകൊണ്ട് വരുന്നു. നമുക്ക് വളരെ ഭംഗിയുള്ള ഒരു കഥയായിട്ട് അത് തോന്നുന്നുണ്ട് അല്ലെ? ഫാദർ ഇമേജറി. ദൈവം ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്നത് ഓർക്കണം. അതായത് ഈ ഫാദർ ഇമേജറി എന്നത് എപ്പോഴും ദൈവത്തിന്റെ ഒരു ഇമേജറി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് ഇത്തരം ചില ഇൻവോൾവ്മെന്റ്സ് നടത്താനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഫാദർ ഇമേജറി ഒരു ഇൻവോൾവ്മെന്റ് ആണ്. നഴ്സിംഗ് ഇമേജറി ഒരു ഇമേജറിയാണ്. മദർ ഇമേജറി ഒരു ഇൻവോൾവ്മെന്റ് ആണ്. നഴ്സിംഗ് ഇമേജറി ഒരു ഇൻവോൾവ്മെന്റ് ആണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ഒരു സർവീസാണ് നഴ്സസിന്റെ സർവീസ്. വളരെ അഡ്മറേഷനിലൂടെ നമ്മൾ അവരുടെ സർവീസിനെ നോക്കി കാണുന്നു. ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് പാരാമെഡിക്കൽ പീപ്പിൾ, ഹെൽത്ത് സെക്ടർ. നമ്മള് പിന്നെ ഈ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ കുറച്ചും കൂടെ കടന്ന ആളുകൾ കുറെ കൂടെ വൈകാരികമായിട്ട് ചില വിഷയങ്ങളിൽ ഇടപെട്ടത് നമ്മൾ കണ്ടു. പുതിയ മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ വൈ ശ്രീമതി ടീച്ചർ ഇസ് നോട്ട് ദെയർ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ കണ്ടു. ശൈലജ ടീച്ചർ ഇസ് ദെയർ എന്ന് ചോദിക്കുന്ന ചോദ്യം നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ കുറെ കൂടെ വൈകാരികമായിട്ട് ആ കാര്യത്തിൽ ഇടപെട്ട ആളുകളുണ്ട്. അതൊക്കെ ഓരോ തരത്തിലുള്ള ചിന്തകളാണ്, ഓരോരോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. അത് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, നമ്മൾ പറയേണ്ട വിഷയവുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഇമേജറീസിൽ എനിക്ക് വെക്കാൻ പറ്റുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, എന്നെ എങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ പങ്കാളിയാക്കി എനിക്ക് തന്നെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? നിങ്ങൾക്ക് അതിന് കഴിയുമോ? നിങ്ങളുടെ തെക്കുമല ഇടവകയിൽ അതിന്റെ പരിസരത്തില് ഒരു ദൈവം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പാൻഡമിക് കാലയളവിൽ ചെയ്യാൻ സാധിക്കുമോ എന്നത് ബൈബിൾ ഇമേജറീസിലൂടെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ, ഈ ഫാറോ പറഞ്ഞു അണ്ടർ 2 years എല്ലാ കുട്ടികളെയും കൊന്നു കളയണം. പക്ഷെങ്കിൽ ഈ നഴ്സസ് എന്താ ചെയ്തത്? ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ നഴ്സസ് അത് ചെയ്തില്ല. നമ്പർ 2 എക്സഡസിന്റെ ചാപ്റ്റർ 2 നമ്മൾ കാണും. നഴ്സസ് പിന്നെ ആൺകുട്ടികളെ കൊന്നു കളഞ്ഞില്ല, ആൺകുട്ടികളെല്ലാം സംരക്ഷിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ ആൺകുട്ടികളുടെ എണ്ണം കുറഞ്ഞില്ല. അപ്പോ നഴ്സസിലൂടെ ദൈവം ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. എന്നതുപോലെ നിങ്ങൾക്ക് ഈ ഇമേജറീസ് ഒക്കെ ബൈബിളിൽ കാണുന്ന പലതരത്തിലുള്ള ഇമേജറീസ്, ഫാദർ എന്നുള്ള ഇമേജറി, മദർ എന്നുള്ള ഇമേജറി, നഴ്സിംഗ് മദർ എന്നുള്ള ഇമേജറി, നഴ്സിംഗ് വിമൻ എന്നുള്ള ഇമേജറി, ഗുഡ് ഫ്രണ്ട്, നെയ്ബർഹുഡ് എന്നുള്ള ഇമേജറി, ഇങ്ങനത്തെ ഇമേജറീസിൽ നിങ്ങൾക്ക് നിങ്ങളെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നതും ഇന്റർപ്രിട്ടേഷന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നമ്മൾ ഭാഗഭാക്കുകളാകുകയാണ്. ദൈവം ചെയ്യേണ്ടുന്ന ചില പ്രവർത്തനങ്ങളിൽ തെക്കുമല ഇടവകയിലെ യൂത്ത് ഫെലോഷിപ്പ് മെമ്പേഴ്സ് ഭാഗഭാക്കുകൾ ആവുകയാണ്. 5 കൂട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. ഒന്ന്, ബൈബിൾ ഏതോ ഒരു കാലഘട്ടത്തിൽ എഴുതിയ ബുക്ക്, അതിനെ നമ്മൾ ഡീഫ്രീസ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന് ചില കാര്യങ്ങൾ നമ്മൾ കേട്ടു, അതെന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. 2, കോണ്ടെക്സ്റ്റ് ഓൾവേസ് മാറ്റേഴ്സ്. എപ്പോഴും കോണ്ടെക്സ്റ്റ് എന്താ വെച്ചാൽ പരിസരങ്ങൾ, സാമൂഹ്യ പരിസരം, രാഷ്ട്രീയ പരിസരം, സാമ്പത്തിക പരിസരം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്റർപ്രിട്ടേഷൻ നമ്മൾ കണ്ടു. 3, എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. ബൈബിൾ ഇന്റർപ്രിട്ടേഷനിൽ 3ാമത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ എക്സ്പീരിയൻസസ് ഓൾവേസ് മാറ്റേഴ്സ്. 4, ബൈബിൾ എന്ന് പറയുന്നത് നമ്മുടെ മോറൽ ലൈഫിനും കോഡ് ഓഫ് കണ്ടക്റ്റിനും പ്രിൻസിപ്പിൾ ഓഫ് ലൈഫിനും ബൈബിൾ എങ്ങനെ എനിക്ക് സഹായകരമാകുന്നു, അത്തരത്തിൽ എനിക്ക് ബൈബിളിനെ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് കഴിയുമോ എന്നത് നോക്കേണ്ടതുണ്ട്. 5, വേദപുസ്തകത്തിൽ കാണുന്ന ഇമേജറീസിൽ ഞാൻ
എങ്ങനെയാണ് എന്നെ പ്ലേസ് ചെയ്യുന്നത്, എനിക്ക് എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഈ ഇമേജറീസിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് പരിശോധിച്ചിട്ട് അതിലൂടെ നമ്മൾ നമ്മുടെ സർവീസിനെ മറ്റുള്ളവർക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഈ 5 കൂട്ടം കാര്യങ്ങൾ, ഹൗ ടു ഇന്റർപ്രറ്റ് ബൈബിൾ ഇൻ ആർ ടൈംസ്, ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ബൈബിൾ ഇൻ ആർ ടൈംസിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തരുണത്തിൽ കേട്ട എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയ്ക്കും കേൾവിക്കും പ്രത്യേകിച്ച് താങ്ക്സ് പറയുന്നു. നമുക്ക് എൻ്റെ പ്രസന്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങളുടെ തെക്കുമല CSI ഇടവകയിലെ എല്ലാ യൂത്ത് ഫെലോഷിപ്പ് മെമ്പേഴ്സിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇൻവോൾവ്മെന്റ്, ഞങ്ങളുടെ ഇന്റർഫിയറൻസുകള് ഒക്കെ ആ ഇടവകയ്ക്കും ഇടവകയുടെ പരിസരങ്ങളിലും ഞങ്ങളുടെ ക്രിസ്ത്യൻ വിറ്റ്നസ്, യഥാവേ ക്രിസ്ത്യാനികൾ എന്നുള്ള ഞങ്ങളുടെ സാക്ഷ്യം, ജീവിതമൊക്കെ പ്രതിഫലിപ്പിക്കുന്നതാകാനായിട്ട് ഈ ചെറുപ്പക്കാരിലൂടെ അങ്ങ് പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന രഞ്ജു അച്ഛന് വേണ്ടി നന്ദി പറയുകയും അച്ഛനെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നു. അച്ഛന് വേണ്ടുന്ന നേതൃത്വം, പാഠവും കഴിവുകളും ഒക്കെ അവിടുന്ന് നൽകിയിരിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ കർത്താവ് യൂത്ത് ഫെലോഷിപ്പ് അംഗങ്ങളെയും കർത്താവ് അവരുടെ വഴികളിൽ അവരെ വഴി നടത്തുകയും അവരെ പരിപാലിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള ആലോചനകൾ നല്ലത് എടുക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശു മൂലം അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു രഞ്ജു അച്ഛൻ, ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയതിനും ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതിനും. ദൈവം നിങ്ങളുടെ ശുശ്രൂഷകളെ, പ്രത്യേകിച്ച് തെക്കുമല CSI ഇടവകയുടെ യൂത്ത് ഫെലോഷിപ്പിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയ്ക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ യുവർ പ്രസന്റേഷൻ. ഈ സമയം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. ദയവായിട്ട് അവരുടേതായിട്ട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഗുഡ് ഈവനിങ് അച്ഛ. ഇപ്പം ബൈബിളിൽ തന്നെ